ശനിയാഴ്ച 9 മണി കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളോടൊപ്പം തന്നെ ഞാൻ ഉച്ചലത്തേക്കുള്ള പരിപാടിയും കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പയറും കായും കൂടി മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ട്. കറി നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, ഇനി ചോറും കൂടി വെച്ചാൽ മതി. അതിനിടയിൽ സച്ചുവിന് സ്വിമ്മിംഗ് ക്ലാസ് ഉണ്ട്, അതിന് വേണ്ടി കൊണ്ടുപോകണേ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചുവിൻ്റെ സ്വിമ്മിംഗ് ക്ലാസ്സിൻ്റെ ടൈമൊക്കെ മാറി, ഇപ്പോൾ 12 മണിയായിരുന്നു. അത് വീണ്ടും നമുക്ക് തിരിച്ചൊരു 10 മണി ടൈമിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡുങ്കുടുവാണെങ്കിൽ ഒരു ബുക്കൊക്കെ എടുത്തിട്ടാണ് വരണേ. അവിടെ വന്നിരുന്നു ഇനി അരമണിക്കൂർ പോസ്റ്റിൽ ആ സമയത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. നേരെ അങ്ങനെ സ്വിമ്മിംഗ് ക്ലാസ്സിലേക്ക് അവളെ കൊണ്ടുപോയി. ഹാഫ് ആൻ അവർ ആണ് കേട്ടോ നമ്മുടെ സ്വിമ്മിംഗ് സെഷനുള്ള. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അകത്ത് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. സ്വിമ്മിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ആർഗോസിലേക്കാണ്. നമ്മളൊരു ഓർഡർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കളക്ഷന് വേണ്ടിയാണ് കേട്ടോ പോണേ. നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആർഗോസ് എന്താണെന്ന് അറിയില്ല. ഇതൊരു ഷോപ്പ് പോലെയല്ല, ഓൺലൈൻ മാത്രമാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ കളക്ഷനും അതുപോലെ തന്നെ ഡെലിവറിയും ഉണ്ട്, നമുക്ക് സാധനം കണ്ടു വാങ്ങാൻ പറ്റില്ല. അതാണ് ഈ ആർഗോസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇനി വീട്ടിലെത്തി നമുക്ക് സാധനം എന്താണെന്ന് അറിയണ്ടേ. ഞാനൊരു വാക്യൂം ക്ലീനറാണ് കുറേ നാളായിട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെയിനായിട്ടൊരു വാക്യൂം ക്ലീനർ നമുക്കുണ്ടായിരുന്നു, ഡൈസൻ്റെ. അതിന് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടിങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ കോഡ്ലെസ്സും ആയിട്ടുള്ള വാക്യൂം ക്ലീനർ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. കാട്ടിലൊക്കെ ഇട്ട് വേണോ വേണ്ടോ എന്ന് 10 പ്രാവശ്യം ചിന്തിക്കണമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അങ്ങ് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്സൊക്കെ ആയിട്ടാണ് വരണേ. ഡുങ്കുടൂനാണെങ്കിൽ ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ ഇത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അത്രയും ഹെൽപ്പ് കിട്ടി. അവൾ തന്നെ സകലതും ഫിറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഇടയ്ക്ക് പോയി ഹെൽപ്പ് ചെയ്യാൻ നോക്കിയപ്പോഴും അവൾ പറഞ്ഞു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് അവൾ സെറ്റ് ചെയ്തു. പിന്നെ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് ചാർജിന് കുത്തണമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യം തന്നെ ചാർജിനൊക്കെ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററിയുടെ പാക്ക് ഉണ്ടല്ലോ, അത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചാർജ് കുത്താം കേട്ടോ. തുണിയൊക്കെ കഴുകാൻ ഇട്ടിട്ടായിരുന്നു ഞാൻ സ്വിമ്മിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിട്ട് അരിയും കൂടി അടുപ്പത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വാക്യൂം ക്ലീനർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെയിറ്റ് അധികമില്ല, പിള്ളേർക്കും വേണമെങ്കിൽ ചെയ്യാം. മറ്റേ ഡൈസൻ്റെ എന്ന് പറയുമ്പോൾ നല്ല ഹെവി വെയിറ്റ് ആയതുകൊണ്ട് പിള്ളേർക്ക് ചെയ്യാനൊക്കെ പാടാം. അതുപോലെ തന്നെ പവർ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഞാൻ കാർപ്പറ്റിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാർഡ് ഫ്ലോറിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല അടിപൊളി. നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അതൊരു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോകുന്ന പോലെ നമുക്ക് ഫീൽ ഉണ്ട്. പിന്നെ അതുപോലെ സോഫയിലത്തെ ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട്, പൊടിയൊക്കെ കളയാൻ വേണ്ടി ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടമായി.